ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ട് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് ചെന്നൈയിൽ ചെറുതായിട്ട് ചൂട് കുറഞ്ഞിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് ചെറിയ ചാറ്റൽ മഴയൊക്കെ കിട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ രാവിലെ കുളി കഴിഞ്ഞപ്പോൾ ഞാൻ വിളക്ക് കൊളുത്തി. ശരിക്കും സാറ്റർഡേയ്സ് ഞാൻ അങ്ങനെ വിളക്ക് കൊളുത്താറില്ല. ഇനിയിപ്പോൾ ഈവനിംഗ് ഒക്കെ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ പറ്റുവാണെങ്കിൽ വിളക്ക് കൊളുത്താറുണ്ട്. അപ്പോൾ എൻ്റെ വിളക്ക് കാമാക്ഷിയമ്മൻ വിളക്കാണ് കേട്ടോ അപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ ഒരു അൺബോക്സിങ് വീഡിയോയിലേക്ക് പോവാണ് കേട്ടോ. എന്താണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാമേ. Look at this bottle. സമ്മറിനെ പറ്റി അടിപൊളി ഉടുപ്പാണെന്നാണ് എന്നോട് പറഞ്ഞത്. മുടിയൊക്കെ വല്ലാണ്ടാക്കുന്നു. ഇത് നമുക്ക് നാട്ടിൽ നിന്ന് വന്ന ഒരു കൊറിയറാണ് കേട്ടോ കണ്ടത്. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോള് ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പോൾ UK-യിലായിരുന്നു. അപ്പോൾ ആൾ വന്നപ്പോൾ എനിക്കും പാറുവിനും കൊണ്ടുവന്ന ഡ്രസ്സ് ഇങ്ങോട്ട് അയച്ചു തന്നാണ് കേട്ടോ. ഞങ്ങൾ ഇതിനിടയിൽ വന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വ്ലോഗ്സ് കാണുന്നവർക്കറിയാം നമ്മൾ തിരുപ്പതിയിൽ പോയത് ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്തവണ. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും നവംബർ ആ ഒരു മാസത്തിലെ ഒക്ടോബർ നവംബറാണ് പോകുന്നത്. പക്ഷേ ഇത്തവണ അവർ വന്നപ്പം അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാട്ടിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരുമിച്ചങ്ങ് അവിടെ വെച്ച് കാണാമെന്ന് വിചാരിച്ചു. എന്തായാലും തിരുപ്പതിയിൽ ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് നമുക്ക് കാണാൻ പറ്റിയ എല്ലാവരെയും, അത് വളരെ സന്തോഷം. അപ്പോൾ അവിടെ നിന്ന് വന്ന് കൊറിയറാണ് കേട്ടോ. എനിക്കും പാറുവിനുമുള്ള ഡ്രസ്സായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പം അത് എപ്പോഴെങ്കിലുമൊക്കെ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ പാറുവിന് ഇങ്ങനെ മുട്ട ഇതിൽ ഈ കറിയിലേക്ക് ഇടുന്നത് അത്ര താല്പര്യമില്ല. മുട്ട തന്നെ കഴിക്കാൻ വലിയ പാടാണ്. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ അത് ഉള്ളിലാക്കണം. മഞ്ഞക്കറി എന്തായാലും കഴിക്കില്ല, വെള്ളം മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു ടാസ്ക് ആണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയാണ്. ഇന്നിപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടും ഇവിടെ മുട്ട ഇരിപ്പുണ്ടായിരുന്നില്ല, തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഷൈച്ചേട്ടൻ രാവിലെ തന്നെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണെടുത്ത് ഞാൻ പെട്ടെന്ന് പുഴുങ്ങിയിട്ടു കറിയിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധനങ്ങൾ ഇപ്പോൾ തീർന്നത് 1-2 സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. പച്ചമുളക്, തക്കാളിയൊക്കെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെ, അതായത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു പച്ചക്കറി കട ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ സാധാരണ ഈ സാധനം അങ്ങനെ കാണാറില്ല. പനങ്കരിക്ക് ഇവിടെ നൊങ്കെന്നാണ് പറയണേ, പനനൊങ്ക്. അപ്പോൾ അത് ഇപ്പോൾ അതിൻ്റെ കടയെന്നല്ല, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇത് നമ്മുടെ പനം കരിക്കോട് കൂടെ തന്നെ വിൽക്കുമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൗണ്ടർ പോലെ അവരിട്ടിട്ടുണ്ട്. അത് പുറത്തുനിന്ന് ഇതിൻ്റെ ആൾ തന്നെ വന്നിട്ടാണ് കേട്ടോ അത് ഉള്ളത്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ സാധനം കിട്ടും. നല്ല സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ജ്യൂസ് പോലെ ഉണ്ടാവും. അത് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ വാങ്ങിക്കുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ആ പാത്രത്തിലേക്ക് വെച്ചപ്പം 4 എണ്ണയിൽ കൊള്ളാനുള്ളൂ, 4-5. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളത് ഞാനങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അതൊരു പാകത്തിന് വിളഞ്ഞതാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് മൂത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. ഇത് നല്ല പാകത്തിന് വിളഞ്ഞതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഈ ചൂടത്ത് നമ്മളിത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരം നന്നായിട്ട് തണുക്കും. അപ്പോൾ ഈ ചൂട് കാലത്ത് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ആ ചൂട് ശരീരത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ ഇത്തിരി കുറഞ്ഞു കിട്ടും. കാരണം ഈ ചൂട് സമയത്ത് നമ്മൾ കഴിക്കുന്ന കുറേ സാധനങ്ങൾക്ക് അത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ചൂടുണ്ടാക്കുന്നതാണ്, പ്രത്യേകിച്ച് ചക്ക, മാമ്പഴം ഒക്കെ. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബാക്കിയുള്ള ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ, പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ പച്ചമുളക് എപ്പോഴും ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കഴുകി, നന്നായിട്ട് കഴുകി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഞാൻ എപ്പോഴും ഒരു ബോക്സിൽ ടിന്നിൽ സൂക്ഷിക്കാം.
അങ്ങനെ തന്നെ ഞാൻ എടുത്ത് വെക്കാറേ ഇല്ല കേട്ടോ. കാരണം പച്ചമുളകും ഇങ്ങനെ പല രാസവളവും ഈ സ്പ്രേയും ഒക്കെ ചെയ്താണല്ലോ വരണത്. നമ്മളത് എല്ലാ കറികൾക്കും ഉപയോഗിക്കുന്നതല്ല. ഞാൻ കൂടുതലും പച്ചമുളക് തന്നെയാണ് കേട്ടോ കറികൾക്ക് പ്രിഫർ ചെയ്യണത്. മിക്ക കറികൾക്കും എൻ്റെ പച്ചമുളകായിരിക്കും കൂടുതൽ, നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. അപ്പം അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് ഉപ്പും മഞ്ഞളും വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ പാല് വന്നിരിപ്പുണ്ടായിരുന്നു, പിന്നെ അത് തിളപ്പിക്കാൻ വെച്ചു. അത് വരുമ്പോൾ തന്നെ കൈയോടെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ പാല് ചിലപ്പോൾ പിരിഞ്ഞു പോകും. നമ്മൾ നാടൻ പാലാണ് വാങ്ങിക്കണേ. അപ്പോൾ അതും കഴിഞ്ഞ് അപ്പം ഒരു അരമണിക്കൂറൊക്കെ പച്ചമുളക് അങ്ങനെ ഞാൻ വെക്കും. അരമണിക്കൂറോ 10-20 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്താൽ മതി. പിന്നെ ഞാൻ ഞെട്ട് കളഞ്ഞിട്ടാണ് എപ്പോഴും വെക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കഴുകേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കും. ഡ്രൈ ആക്കാനായിട്ട് നമ്മുടെ മുറം ഉണ്ടല്ലോ, മുറത്തിലൊരു പേപ്പർ വിരിക്കുക, അല്ലെങ്കിൽ നല്ലൊരു കട്ടിയുള്ള ടവൽ വിരിക്കുക. എന്നിട്ട് അതിൽ നന്നായിട്ട് വിടർത്തി അങ്ങോട്ട് ഇട്ടിട്ട് എവിടെയെങ്കിലും തുറസായ സ്ഥലത്ത്, നമ്മുടെ ഫാൻ ഇട്ടിട്ടാണെങ്കിലും മതി, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി. പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഏരിയയിൽ എവിടെയെങ്കിലും ഒന്ന് വെച്ചിരുന്നാൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ ചൂടുകാലവും കൂടെ ആയത് കാരണം പറയുകയും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പം ഞാൻ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കും. എന്നിട്ട് ടിന്നിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സുന്ദരമായിട്ട് കുറേ ദിവസം ഇരുന്നോളും. അങ്ങനെ പെട്ടെന്നൊന്നും ചീഞ്ഞു പോവില്ല കേട്ടോ. 1-2 ഒക്കെ അത്ര മോശമായത് പോയെങ്കിലേ ഉള്ളൂ. എനിക്കെല്ലാം തീരുന്നത് വരെ എനിക്ക് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമുള്ളപ്പോൾ ഓടി അങ്ങോട്ട് എടുത്ത് കറിയിലേക്ക് ഇടാം. കഴുകേണ്ട പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കറിവേപ്പില ഞാൻ ഇങ്ങനെ തന്നെ ചെയ്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കറിയിലേക്ക് ഇടാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളിക്കറി വെക്കാൻ കേട്ടോ. ഇതിന് തക്കാളിച്ചാറെന്നാണ് നമ്മൾ പറയണത്. അത് എറണാകുളം സൈഡിലൊക്കെ, ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എറണാകുളം സൈഡിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതും നമ്മുടെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കല്യാണങ്ങൾക്കൊക്കെ പണ്ട് തക്കാളിച്ചാറ് ഉണ്ടാവുമായിരുന്നു. അതായത് ഇപ്പം മോരുകറി ഉണ്ടാവുമല്ലോ, അതിന് പകരമായിട്ട് തക്കാളിച്ചാറും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളിച്ചാറും ബീഫും ഒക്കെ ഒരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ബീഫ് റോസ്റ്റും അല്ലെങ്കിൽ ബീഫ് ഡ്രൈ ആക്കി കുറച്ച് ഫ്രൈ ആക്കി എടുക്കുന്നതും ഒക്കെ നല്ല കോമ്പിനേഷനാണേ. അപ്പോൾ ഇത് ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ പറയുമ്പോൾ. മോരുകറിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വയ്ക്കാം. അങ്ങനെ തക്കാളിച്ചാറിന് വലിയ പണിയൊന്നുമില്ല കേട്ടോ. തക്കാളി ഇതുപോലെ വേവിച്ച് ഒരു പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഉള്ളിയും കാര്യങ്ങളൊന്നും അങ്ങനെ ഈ കറിയിൽ ഇടാറില്ല കേട്ടോ. വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇടാമെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇട്ട് നോക്കുമ്പോഴും എനിക്ക് ആ ഒരു ടേസ്റ്റ് ശരിക്കും വ്യത്യാസം തോന്നാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് വേവിച്ച് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് പിന്നെ ഞാൻ തേങ്ങ അരച്ചൊഴിക്കും, ജീരകം ഇട്ടിട്ട് പിന്നെ താളിച്ചൊഴിക്കുമ്പോൾ വെളുത്തുള്ളി ഇടും, പിന്നെ കടുക് പൊട്ടിക്കും, അതുപോലെ ഒരു നുള്ളു കായവും കൂടി ഇടും കേട്ടോ. അപ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും കറിക്ക്. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പില ഇട്ടാലും നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ കറിക്ക്. നമ്മുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇടാമല്ലോ, ഒട്ടും പേടിക്കണ്ടല്ലോ. നല്ല നാടൻ സാധനമല്ലേ. ഇവിടെ കടയിൽ നിന്ന് കിട്ടുന്നത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടെ. എന്നാലും നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു വിശ്വാസത്തോടെ അങ്ങ് ഉപയോഗിക്കാം, അത്ര തന്നെ. അപ്പോൾ കറി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കായം കൊട്ടി ഇരുന്നു എന്ന് വിചാരിക്കണ്ട കേട്ടോ, അത് തീർന്നു. അപ്പോൾ ഏറ്റവും മൂട്ടിൽ എന്തോ ഇത്തിരി ഉള്ളു, അപ്പോൾ ഞാൻ ഉള്ളത് അങ്ങ് കുടഞ്ഞിട്ടതാ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടികൾ ഇന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിച്ചാറ് പെട്ടെന്നാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 2 അച്ചാറുകളാണ്. അപ്പോൾ ആദ്യം നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് നാരങ്ങാച്ചാറും ഉണ്ടാക്കാം. അപ്പോൾ നാരങ്ങയും മാങ്ങയൊക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ നാരങ്ങ മാങ്ങയും ഞാൻ കട്ട് ചെയ്ത് കല്ലുപ്പ് പുരട്ടി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ആയപ്പോഴേക്കും അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന്. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതേ നല്ലെണ്ണയാണ് കേട്ടോ എപ്പോഴും ഞാൻ വാങ്ങിക്കാറ്. കുക്കിങ്ങിന് ഇതേ നല്ലെണ്ണ തന്നെയാണ് ഞാൻ വാങ്ങിക്കാറ്, വേറെ ഒന്നും അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ അതിലുണ്ടാക്കിയാൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുകൊന്നും പൊടിച്ചിട്ടില്ല, വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു, പച്ചമുളകും ഇട്ടു. നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നപ്പോഴേക്കും ഞാനിത് കടുക് ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. മിക്സിയിലിട്ട് ഒറ്റ കറക്കിയതാണ്. അപ്പോൾ കടുക് എനിക്ക് കടിക്കുന്നത് ഇഷ്ടമല്ല. ഈ അച്ചാറിലൊക്കെ കടുക് നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ ഒരു കടുകിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ കടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നത്. കടുക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആദ്യം കടുകിട്ട് പൊട്ടിച്ചാലും മതി കേട്ടോ.
അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ബാക്കി പൊടികളൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഈ കടുകും പിന്നെ അച്ചാർ പൊടിയൊക്കെ. അച്ചാർ പൊടി ഏതാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. അതല്ല ഇനി നമുക്കിഷ്ടമുള്ള പൊടികൾ, ഇപ്പം കുരുമുളക് പൊടിയല്ലല്ലോ, മുളക് പൊടിയും പിന്നെ ഉലുവപ്പൊടി, കായം, ഇതൊക്കെ മാത്രം ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി. ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനപ്പോൾ എനിക്ക് അച്ചാറൊന്നും ഉണ്ടാക്കി വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പിക്കിൾ പൗഡറിനെ അങ്ങ് ആശ്രയിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അമ്മയാണ് എപ്പോഴും, ഷൈച്ചേട്ടൻ്റെ അമ്മയാണ് എപ്പോഴും അച്ചാർ ഉണ്ടാക്കി തന്നു വിടുന്നത്. അപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന അച്ചാറൊക്കെ തീർന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയി വന്നിട്ട് ഏകദേശം നമ്മൾ ഫെബ്രുവരിയിലാണ് വന്നത്. ഫെബ്രുവരി അല്ല, മാർച്ച് അല്ല, ഫെബ്രുവരി അവസാനം പോകുന്നു. ശരിയാണ്. അപ്പോൾ മാർച്ച് ആദ്യം 2 or 3 അങ്ങനെ എന്തോ ഡേറ്റിനാണ് എത്തിയത്. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ഇപ്പം 3 മാസം ആവുന്നു. അപ്പോൾ അതിന് മുന്നേ കൊണ്ടുവന്ന അച്ചാറും ആ സമയത്ത് കൊണ്ടുവന്ന അച്ചാറൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ട്. കുറച്ചേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ അച്ചാർ, എന്തായാലും മാംഗോ സീസണും കൂടെ അല്ലേ, അപ്പോൾ അച്ചാറുണ്ടാക്കി പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഷൈച്ചേട്ടനും പറഞ്ഞു നീ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു. അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ ഞാൻ ഉണ്ടാക്കിയതാട്ടോ. എന്നിട്ട് ഞാനിത് പല വീഡിയോയും കണ്ട് അമ്മേനോടും വിളിച്ചു ചോദിച്ച് ഏകദേശം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയാൻ പാടില്ല. ഇതിട്ടിട്ട് അമ്മ പറയുന്നത് എനിക്കൊട്ട് മനസ്സിലാവുന്നുമില്ല. അപ്പം ഞാൻ യൂട്യൂബിൻ്റെ വീഡിയോയും കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ, കുറേ വീഡിയോസും കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് പിടിച്ചൊരു വീഡിയോയും പിന്നെ അമ്മ പറഞ്ഞതും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മൊരീച്ച, എണ്ണയും എല്ലാം കൂടെ, അച്ചാർ പൊടി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവിയും കൂടെ വേണം തോന്നി. അപ്പം ഞാൻ നമ്മുടെ ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളവും ഉലുവയും കായവും കൂടി ഇട്ട്, പിന്നെ ഇത്തിരി ഉപ്പും വേണ്ടി വരുമല്ലോ, ഉപ്പും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് വെച്ചു. അപ്പോൾ ഒരുപാട് ഗ്രേവിയൊന്നുമില്ല, ഇങ്ങനെ നിറയെ ഗ്രേവി ആയിട്ടല്ല ഞാൻ വെച്ചത്. എനിക്കൊരു പേടി, വെള്ളം അധികം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകുമെന്നൊക്കെ. ആദ്യമായിട്ടാണ് ഞാൻ മാങ്ങച്ചാർ ഉണ്ടാക്കണേ. പക്ഷേ ഈ നാരങ്ങച്ചാർ ഉണ്ടാക്കണ സെക്കൻഡ് ടൈമാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കണ വെള്ള നാരങ്ങച്ചാറാണ്. വെള്ള എന്ന് പറയാൻ പറ്റില്ല, ഒരു മഞ്ഞ നാരങ്ങച്ചാർ. ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കണേ. മുളക് പൊടിയോ അങ്ങനത്തെ കളറുള്ള വേറെ ഒരു പൊടികളും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ സാധാരണ തന്നെ വെള്ള നാരങ്ങാച്ചാർ എന്നാണ് പറയുന്നത്. നമ്മുടെ സാധാരണ ചെറുനാരങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കണേ. അപ്പോൾ ഈ മാങ്ങയും ചെറുനാരങ്ങയും നമ്മൾ വാങ്ങിച്ചല്ല, ഇത് 2 പേരും നമുക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ 2 പേരും തന്നത് ഒരേ ദിവസം ആയത് കാരണം ഞാൻ ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിൽ, ഒരുപാടൊന്നുമില്ല, കുറച്ച്. അപ്പോൾ ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ എണ്ണ ഒഴിച്ചു, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, അത് നന്നായിട്ട് മൊരിയിച്ചു കേട്ടോ. കേട് വരാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് മൊരിയിച്ചു, അങ്ങനെ ബ്രൗൺ കളറൊന്നും ആക്കിയില്ല. എന്നിട്ട് കടുകിൻ്റെ പൊടി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ. അത് കഴിഞ്ഞ് കായം ഇട്ട് കൊടുക്കാം. ഞാനപ്പം നാരങ്ങ അങ്ങോട്ട് ഇട്ടുപോയി. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ കടുകും ഇതൊന്നും ഇട്ടില്ലല്ലോ എന്ന്. കടുക് ഞാൻ ഇട്ടു എന്ന് തോന്നുന്നു, കായവും മഞ്ഞൾപ്പൊടി ഇട്ടില്ലല്ലോ എന്ന്. അപ്പം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും കായവും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളമൊന്നും വേറെ ചേർക്കാത്ത കാരണം അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ നാരങ്ങച്ചാറിൽ കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മാങ്ങച്ചാറിൽ ഒട്ടും വിനീഗറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ. നാരങ്ങയ്ക്ക് പുളിക്ക് കുറവൊന്നുമില്ല, എന്നാലും ഇത് കേടാവാതിരിക്കണമെങ്കിൽ ഞാൻ മിക്ക റെസിപ്പിയിലും കണ്ടത് കുറച്ച് നാളെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിനാഗിരി ചേർത്തതാണ് കേട്ടോ. മാങ്ങയിൽ അത്രയും പുളി ഉണ്ടായിരുന്നു മാങ്ങയ്ക്ക്. അപ്പോൾ ഇരിക്കും എന്നുള്ള പ്രതീക്ഷയില്ല. നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കണേ, ഒരു ദിവസം മാത്രം ഒന്ന് പുറത്ത് വയ്ക്കണുള്ളൂ. അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. 1 സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഇട്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പഞ്ചസാര ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി കൂടുതലൊരു മധുരിപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1, 2, 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. എനിക്ക് ആ മധുര ടേസ്റ്റ് ഇഷ്ടമാണ്, പക്ഷേ ഷൈച്ചേട്ടന് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് 2 പേർക്കും കൂടെ ബാലൻസ് ചെയ്ത് കഴിക്കാവുന്ന ഒരു ടേസ്റ്റിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കണേ കേട്ടോ. ഒരുപാട് മധുരിപ്പ് വന്ന ആൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റൊന്നുമില്ല. ഞാൻ ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഒരുപാട് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ അങ്ങ് മാറിപ്പോവും, ടേസ്റ്റും. അതുകൊണ്ട് ഞാൻ നേരെ വിനാഗിരി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു 1 മിനിറ്റ് കഷ്ടി വെച്ചോളൂ. എന്നിട്ട് നമ്മളിത് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ അച്ചാറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പരിപാടിയും കൂടി ഉണ്ട്, മീൻ വറുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കറി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തക്കാളിക്കറി. അപ്പോൾ ഇനി ഈ മീനും കൂടെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഊണ് കഴിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് പോകണതിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ മെഴുക്കുവരട്ടിയോ കാര്യങ്ങളൊന്നും വേറെ ഉണ്ടാക്കിയില്ല. എല്ലാം കൂടെ ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകുന്നാമത്തെ ചൂട് സമയം. അപ്പോൾ പേരിനൊരു കറിയും മീൻ വറുത്തതും ആക്കിയിട്ട് നമ്മൾ ഊണും കഴിഞ്ഞ് പോവുകയാണേ. അപ്പോൾ ഇച്ചിരി പപ്പടം കൂടെ വറുത്തത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മതിയല്ലോ. നമുക്ക് നല്ല കുത്തിരിച്ചോറും ഇതുപോലൊരു നല്ല ചാറുകറിയും ഒരു കഷ്ണം മീൻ വറുത്തും ഉണ്ടെങ്കിൽ നമുക്ക് കുശാലായി, അത്ര തന്നെ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ പുറത്ത് പോകാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ അച്ചാറൊക്കെ നേരെ ഡൈനിങ് ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വയ്ക്കുമ്പോൾ അടുക്കളയിൽ വയ്ക്കുന്ന പോലെയല്ലോ, കുറച്ചും കൂടെ ആറി കിട്ടും. അതുകൂടാതെ നമുക്ക് പുറത്തും കൂടെ പോകാനുള്ള വണ്ണം വേഗം അറിയാലല്ലേ ശരിക്കും മൂടി വെച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഒരു കൊറിയർ വന്നത് കേട്ടോ. ഞാൻ ദാ ഈ മീഷോന്ന് ഓർഡർ ചെയ്ത ഈ സ്റ്റാൻഡ് കേട്ടോ, ഈ ചെടി വെച്ചിരിക്കുന്ന ആ അയൺ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. 4 എണ്ണത്തിൻ്റെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പേഴ്സണലി ഞാൻ ഇതുപോലത്തെ നീളത്തിലുള്ള സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ധൈര്യത്തിന് ഞാൻ ഓർഡർ ചെയ്തതാണ്. നല്ലതായിരുന്നു, അതും നല്ല ക്വാളിറ്റി ആയിരുന്നു. ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, പക്ഷേ അത്യാവശ്യം വെയിറ്റുള്ള ചെടിച്ചട്ടി ഇത് താങ്ങും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പേഴ്സണലി. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. ഇന്നത്തെ വെതർ കണ്ടോ, ചെന്നൈയിലെ വലിയ വെയിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പെട്ടെന്നൊരു ചാറ്റൽ മഴ അങ്ങ് വരും, അതപ്പോൾ തന്നെ പോവുകയും ചെയ്യും കേട്ടോ. ചിലപ്പോൾ രാത്രിയൊക്കെ ചെറുതായിട്ടൊന്ന് പെയ്തു. എന്നാലും ചൂട് നന്നായിട്ടൊന്ന് കുറഞ്ഞതിൻ്റെ ഒരു ആശ്വാസം വളരെയധികം ഉണ്ട്. അല്ലെങ്കിൽ പാത്രമൊക്കെ കഴുകാനായിട്ട് നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ദേഹം ആ സകലം ഒഴുകിക്കൊണ്ടിരിക്കും, അതുപോലെ ചൂടാട്ടോ. നമ്മൾ തോളത്തൊരു ടവലോ എന്തെങ്കിലും ഇടുന്നത് എപ്പോഴും നന്നായിരിക്കും, കാരണം മുഖമൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ടുള്ള പാത്രവും കൂടെ കഴുകിയിട്ട് നമ്മൾ സ്ഥലം വിടുവാണ് കേട്ടോ. അപ്പോൾ പാത്രം കഴുകൽ തീർന്നു കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനം. പറയടാ. പാറു ഇടയ്ക്ക് അങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ പാടും കേട്ടോ. അവൾക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് വേർഡ്സ് എന്നുള്ളത്, കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ നേരെ ശരവണ സ്റ്റോഴ്സിലേക്കാണ് കേട്ടോ പോയത്. ഞാൻ ചെന്നൈയിൽ വന്നിട്ട് ശരവണ സ്റ്റോഴ്സിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോണേ. അത് ആൾക്കാർ, ചെന്നൈയിലുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ അയ്യോ എന്ന് പറയും, കാരണം ഞാൻ പോയിട്ടില്ല. ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ഷൈച്ചേട്ടന് ഈ തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകണം ഭയങ്കര ദേഷ്യമാണ്. അത് കാരണം ഒരു പ്രാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് പറയുന്നത് കൊണ്ട് ആളെന്നെ കൊണ്ടുപോകില്ല കേട്ടോ എപ്പോഴും. പിന്നെ പോവാമെന്ന് പറയും. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പോത്തീസിൻ്റെ, ഇത് ക്രോംപേർഡിലുള്ള ശരവണയാണ്. അപ്പോൾ അവിടെ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അവിടെ ഇത്രയും റഷ് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. സാരിയൊക്കെ എടുക്കാനായിട്ടൊക്കെയാണ് അവിടെ വന്നിരിക്കണേ. അപ്പോൾ ഇവിടെ വന്നു, ഒന്ന് ചുറ്റി കണ്ടു. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ. ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു സാധനം നോക്കാനാണ് പോയത്. അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ അടുത്ത് ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, അപ്പോൾ അവിടെയാണ് ഉള്ളത്. അങ്ങനെ അവിടെ പോയി അതൊക്കെ നോക്കിയായിരുന്നു. നമ്മൾ ഈ പൂജ സ്റ്റാൻഡില്ലേ, അതാണ് സംഭവം. പക്ഷേ എനിക്ക് അത്ര മനസ്സിന് പിടിച്ചതെന്ന് പറയാനായിട്ട് അവിടെ അത്ര ഉണ്ടായിരുന്നില്ല. ഉള്ളത് ഭയങ്കര വലിപ്പമായിരുന്നു. അപ്പോൾ ഒരു കൺഫ്യൂഷനിൽ അങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഒരു ബിരിയാണിയും കഴിച്ചിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ വീട്ടിൽ വന്നിട്ട് അച്ചാറൊക്കെ ഇതുപോലെ ഞാൻ മൂടി വെച്ചിട്ടാണ് പോയിരുന്നത്. നന്നായിട്ട് ആറിയിട്ടാണ് കേട്ടോ മൂടി വെച്ചത്. അല്ലെങ്കിൽ അതിൻ്റെ ആവി വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും എന്ന് പറയുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ആറിയിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോൾ തന്നെ ഞാൻ ഇതുപോലെ ബോട്ടിലാക്കി വെക്കും കേട്ടോ. ബോട്ടിലൊക്കെ ഞാൻ കഴുകി നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അതിലേക്ക് മാറ്റുവാണ്. നാരങ്ങ, അപ്പോൾ ഈ ഒരു ബോട്ടിൽ കൊള്ളാനുള്ളതേ ഉള്ളൂ കേട്ടോ നാരങ്ങ. കുറച്ച് നാരങ്ങ വീട്ടിലുണ്ടായത് ഒരാൾ തന്ന കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്തായാലും അച്ചാറാക്കിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു അച്ചാറാണ് കേട്ടോ വെള്ള നാരങ്ങ അച്ചാർ. എനിക്ക് വെള്ള അച്ചാറുകൾ, മുളക് പൊടി ഇടാത്ത അച്ചാറുകൾ, പാവയ്ക്ക അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് നോക്കിയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് മാങ്ങാച്ചാർ എന്തായാലും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇവിടെ ഷൈച്ചേട്ടന് മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മാങ്ങാച്ചാറും കൂടെ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് എങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഷൈച്ചേട്ടനോട് ഞാൻ ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തപ്പോൾ ആൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, നല്ലതാണെന്ന് പറഞ്ഞു. ഇനി അതൊന്ന് അഴുത്തൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
അപ്പം ഞാൻ മൊത്തത്തിൽ അതിലേക്ക് ഇട്ടില്ല. നമുക്ക് അത്യാവശ്യം എപ്പോഴും എടുക്കും ഈ മാങ്ങാച്ചാറ്. അപ്പം ഞാൻ ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റി. അപ്പം നമുക്ക് ആവശ്യത്തിന് ആ ബോട്ടിലേക്ക് എടുത്തിട്ട് ഉപയോഗിക്കാമല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റത് കേടായി പോകില്ലേ എന്ന് വിചാരിച്ചു. എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേ അച്ചാർ അങ്ങനെ അധികം എടുക്കാത്തതുകൊണ്ട് കുറച്ച് നാളങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അച്ചാറൊക്കെ നമ്മൾ ബോട്ടിലാക്കി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, പാത്രമൊക്കെ കഴുകിയിട്ടാണല്ലോ നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ ഇനി കിടന്നുറങ്ങാം, ഒന്ന് മേലൊക്കെ കഴുകിയിട്ട്. അപ്പം ഞങ്ങളിതാ കിടന്നുറങ്ങാൻ പോവാണ്, മേലൊക്കെ കഴുകി. അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്താ അച്ചാറൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. ഒരു സാറ്റിസ്ഫാക്ഷൻ കേട്ടോ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയത് കാണുമ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.